Hamir Gold and Diamond. പതിനെട്ടാം വയസ്സിൽ എഞ്ചിനീയർ ആകണോ? മികച്ച ശമ്പളത്തിൽ ഒരു ജോലി ഉറപ്പാക്കണോ? എങ്കിൽ കേരളത്തിലെ മുൻനിര പോളിടെക്നിക് കോളേജായ ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ പഠിക്കൂ. ഇനി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം തികച്ചും ഫ്രീ ആയി. SSL 90720 75311 9400 847705. ഉണർന്നുവോ മുളം തണ്ടിലൊരീണം, ഒഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം. തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എന്റെ നൈവേദ്യമാക്കി. കൂടെവിടെ മുല്ലക്കാടെവിടെ, ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ? ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ 70ാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും ADM വിനോദ് രാജും ചേർന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ADM വിനോദ് രാജ് അധ്യക്ഷത വഹിച്ചു. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി കുഞ്ചാക്കോ ബോബനെ പൊന്നാട അണിയിച്ചു. NDPR പബ്ലിസിറ്റി കമ്മിറ്റിയുടെ സ്നേഹോപകാരം വിനോദ് രാജ് നൽകി. നീലപ്പൊന്മാൻ എന്ന പേരിൽ മുത്തശ്ശൻ കുഞ്ചാക്കോ 1975 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാനായത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് പങ്കുകൊള്ളാനായത് തന്റെ ഭാഗ്യമാണെന്ന് കരുതുന്നു. തന്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. ചടങ്ങിൽ NDPR സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ, കൗൺസിലർ സിമി ഷാഫി ഖാൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ MC സജീവ് കുമാർ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ A കബീർ, K നാസർ, എബി തോമസ്, റോയി പാലത്ര, രമേശൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് S സജിത്, SA അബ്ദുൽ സലാം ഡബ്ബ, ഹരികുമാർ വാലേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഓടാനായിട്ട് ഒരു സിംഗിൾ ഷോട്ടാണ് അമരത്തുനിന്ന് നടുപ്പടിയിൽ ഓടുകയാണുള്ളത്. അന്ന് എന്റെ അറിവില്ലായ്മയായിരിക്കും, കാരണം അത് ആരും ഏറ്റെടുക്കാത്തൊരു കാര്യമാണ്. കാരണം എങ്ങാനും കാര്യം തെറ്റിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു മടങ്ങി വീട്ടിൽ ഇല്ല എന്നുള്ളതാണ്, ശിഷ്ടകാലം വീട്ടിൽ തന്നെയാണ് എന്നുള്ളൊരു സത്യം അന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ആവേശത്തിന് നമ്മൾ ഓടി അമരം മുതൽ അണിയിൽ വരെ ഓടി വന്ന് ആ രംഗം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീടാണ് അത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. Hamir Gold and Diamond.